Hi dears, welcome back to EduFix Academy. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഇഗ്നോയിലെ അഡൽട്ട് എഡ്യൂക്കേഷൻ എന്ന ഒരു സബ്ജക്റ്റിൽ PGനെ കുറിച്ചിട്ടാണ്. അപ്പോൾ MAAE എന്നുള്ളതാണ് ഇതിൻ്റെ സബ്ജക്റ്റ് കോഡ്. മാസ്റ്റർ ഓഫ് ആർട്സ് MA ഇൻ അഡൽട്ട് എഡ്യൂക്കേഷൻ ആണ് നോക്കാൻ പോകുന്നത്. ഇതൊരു 2 ഇയർ പ്രോഗ്രാമാണ്, മാക്സിമം 4 ഇയർ ആണ്. ഇത് PG പ്രോഗ്രാമാണ്. ഇംഗ്ലീഷിലാണ് ഇതിൻ്റെ മീഡിയം വരുന്നത്. സർട്ടിഫിക്കറ്റിൽ അഡൽട്ട് എഡ്യൂക്കേഷൻ ആയിരിക്കും. അപ്പോൾ മുതിർന്നവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒരു മേഖലകളിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, അതിൻ്റെ ഇൻ്റർനാഷണൽ ആൻഡ് നാഷണൽ ജോലി രംഗങ്ങളിലൊക്കെ അതിൻ്റെ താല്പര്യമുള്ളവർക്ക്, അതുമായി ബന്ധപ്പെട്ട സ്കിൽസ് വർദ്ധിപ്പിക്കുക, അതുമായി ബന്ധപ്പെട്ട ഒരു പ്രൊഫഷണൽ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സാണ് ഈ ഒരു കോഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ജോലി സംബന്ധമായ കാര്യങ്ങൾക്കും പേഴ്സണൽ സ്കില്ല് വർദ്ധിപ്പിക്കുവാനും ഈ ഒരു കോഴ്സ് ഉപയോഗിക്കാം. അപ്പോൾ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഫ്രം എനി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി മാത്രമാണ് ഡിഗ്രി മാത്രമാണ് ചോദിക്കുന്നത്. ഫീ സ്ട്രക്ചർ എന്ന് പറയുന്നത് 8700 പെർ ഇയർ ആണ്. എന്ന് വെച്ച് പെർ ഇയർ എന്ന് പറയുമ്പോൾ റീ രജിസ്ട്രേഷൻ വരുന്നത് ഓരോ ഇയറിലായിരിക്കും. ഇതൊരു ഇയർ വൈസ് പ്രോഗ്രാമാണ്. രജിസ്ട്രേഷൻ ഫീയും ഡെവലപ്മെൻറ്റ് ഫീയും അഡീഷണൽ ആയിട്ട് വരും. അതായത് 700 രൂപ അഡീഷണൽ ആയിട്ട് വരും ഈ ഒരു പേയ്മെൻറ്റിൻ്റെ കൂടെ. അപ്പോൾ ഇത് ഏതെല്ലാം സെൻറ്ററുകളിലാണ് അവൈലബിൾ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ കേരളത്തിൽ നമുക്കിപ്പോൾ ഉള്ളത് 3 റീജിയൻ സെൻറ്ററുകളാണല്ലോ. 3 റീജിയൻ സെൻറ്ററുകളിൽ നമുക്കിപ്പോൾ ട്രിവാൻഡ്രത്ത് ഒരു സെൻറ്റർ ഉണ്ട്. സ്റ്റേറ്റ് റിസർച്ച് സെൻറ്റർ കേരള എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇത് അവൈലബിൾ ആണ്. അപ്പോൾ കേരളത്തിൽ നമുക്ക് ഈ ഒരു കോഴ്സ് എടുക്കാവുന്നതാണ്. പിന്നെ വടകര റീജിയൻ സെൻറ്ററിൽ ഇഗ്നോ റീജിയൻ സെൻറ്റർ ആയിട്ടുള്ള വടകരയിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ 2 കോളേജുകൾ മാത്രമാണ് ഈ ഒരു കോഴ്സിന് അവൈലബിൾ ആയിട്ടുള്ളത്. അഡൽട്ട് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ കോഴ്സിന് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ കേരളത്തിൽ 2 സെൻറ്റേഴ്സാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സെൻറ്റേഴ്സിൽ നിങ്ങൾക്ക് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പോവേണ്ടി വരും. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് പഠിക്കാൻ പോകുന്ന കോഴ്സുകൾ ഇത്രയാണ്. ഇത്രയും സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ പഠിക്കാനുള്ളത്. ഈ ഒരു ഫസ്റ്റ് ഇയറിൽ ഇത്രയും കോഴ്സുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ഇയറിൽ പഠിക്കാനുള്ള കോഴ്സുകളാണത്. ശരി, അപ്പോൾ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് ടോട്ടൽ 40 ക്രെഡിറ്റ്സ് ആണ് വരുന്നത്. സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് 40 ക്രെഡിറ്റ്സ്, അങ്ങനെ ടോട്ടൽ 80 ക്രെഡിറ്റിൻ്റെ കോഴ്സാണ് ഈ ഒരു കോഴ്സ്. ക്രെഡിറ്റ് എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടി ക്രെഡിറ്റിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നോക്കാവുന്നതാണ്. ക്രെഡിറ്റ് ട്രാൻസ്ഫർ പോലെയുള്ള കാര്യങ്ങൾക്കും ഹയർ സ്റ്റഡീസിനൊക്കെ നമ്മൾ ക്രെഡിറ്റ്സ് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ ഈ ഒരു 18 ക്രെഡിറ്റിൻ്റെ ഈ സബ്ജക്റ്റുകൾ പൂർത്തിയാക്കുകയാണ്. എക്സാം എഴുതി അസൈൻമെൻറ്റ് വെച്ച് പാസ്സാവുകയാണെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് ഇൻ അഡൽട്ട് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സർട്ടിഫിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. എക്സിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, കോഴ്സ് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ അതിന് ഈ ടോട്ടൽ നിങ്ങൾക്ക് 7 സബ്ജക്റ്റുകളാണ് ഒരു ഇയറിൽ വരുന്നത്. ഇപ്പോൾ ഈ ഒരു കോഴ്സ് നോക്കുന്നത് MAEL എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി ബേസ്ഡ് പ്രാക്ടിക്കൽ ആക്ടിവിറ്റീസ് ആണ്. ഇതൊരു പ്രാക്ടിക്കൽ ആക്ടിവിറ്റി ആണ് ഇതിൽ വരുന്നത്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ സ്റ്റഡി സെൻറ്റർ ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റഡി സെൻറ്റർ ആയിട്ട് വരുന്നത് കേരളത്തിലാണെന്നുണ്ടെങ്കിൽ 2 കോളേജുകളേ ഉള്ളൂ. അതിൽ നിന്നാണ് നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ വരുന്നത്. ആ കോളേജ് നിങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും, അതുപോലെ മെയിൽ ചെയ്യും. അങ്ങനെയൊക്കെയാണ് നിങ്ങളെ അറിയിക്കുന്നത്. അതുപോലെ തന്നെ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ ഈ ഒരു 40 ക്രെഡിറ്റ് ഫുള്ളാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ അഡൽട്ട് എഡ്യൂക്കേഷൻ PGDAE എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ്. പകരം നിങ്ങൾ ഈ ഒരു 2 ഇയറും കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാസ്റ്റർ ഓഫ് ആർട്സ് ഇൻ അഡൽട്ട് എഡ്യൂക്കേഷൻ MAAE എന്ന് പറഞ്ഞിട്ടുള്ള ഈ PG കോഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. സെക്കൻഡ് ഇയറിൽ എന്തൊക്കെ സബ്ജക്റ്റുകൾ നോക്കാം. സെക്കൻഡ് ഇയർ 2 കമ്പൽസറി കോഴ്സാണ്. ഇത് നിർബന്ധമായിട്ടും പഠിക്കേണ്ട 2 കോഴ്സുകളാണ്. അപ്പോൾ ഈ ഒരു 2, 4, 6 ഈ 6 കോഴ്സുകളിൽ നിന്നും സബ്ജക്റ്റുകളിൽ നിന്നും നിങ്ങൾക്ക് ഏതെങ്കിലും 3 സെലക്ട് ചെയ്താൽ മതി. നിങ്ങളുടെ ഇഷ്ടമുള്ള മേഖലയിൽ 3 സെലക്ട് ചെയ്താൽ മതി. അതുപോലെ ഈ 2 ഒന്ന് ഡിസർട്ടേഷനോ കോഴ്സ് സ്റ്റഡി ഇൻറ്റേൺഷിപ്പാണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചൂസ് ചെയ്താൽ മതി. പ്രബന്ധ രൂപത്തിൽ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസർട്ടേഷനിൽ കേസ് സ്റ്റഡി ഇൻറ്റേൺഷിപ്പ് പ്രാക്ടിക്കൽ പോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു MAET 001 എടുത്താൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 40 ക്രെഡിറ്റ്സിൻ്റെ സെക്കൻഡ് ഇയറും കൂടി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ടോട്ടൽ 48 ക്രെഡിറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ,
അപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ ഫീസ് നോക്കി, എലിജിബിലിറ്റി നോക്കി, അതിൻ്റെ സിലബസ് ഇപ്പോൾ എന്തൊക്കെയാണ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിനെ കുറിച്ചിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്താണ് ഇത്രയും കാര്യങ്ങൾ ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വരും. ആ ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റാവുന്ന കോഴ്സാണെന്നുള്ളത് നോക്കാം. അപ്പോൾ നിങ്ങൾ സെക്കൻഡ് ഇയർ റീ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈ ഒരു കോഴ്സുകളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യണം. ഫസ്റ്റ് ഇയറിൻ്റെ രജിസ്ട്രേഷൻ സമയത്ത് അതിന് ഓപ്ഷൻസ് ഇല്ല, ഫുൾ കമ്പൽസറി ആണ്. സെക്കൻഡ് ഇയറിൻ്റെ സമയത്താണ് ഈ ഒരു ഇലക്റ്റീവ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഒക്കെ തരുന്നത്. സെക്കൻഡ് ഇയർ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ മേഖലയിലുള്ള സബ്ജക്റ്റുകൾ തന്നെ, നിങ്ങൾക്ക് എളുപ്പമുള്ള സബ്ജക്റ്റുകൾ തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് പഠിക്കണം, ഒരു കോഴ്സിന് രജിസ്റ്റർ ചെയ്യണം എന്നുണ്ടെങ്കിൽ എഡ്യൂഫിക്സ് അക്കാദമിയുടെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. നമ്മൾ ഫീസ് പറഞ്ഞു, എലിജിബിലിറ്റി പറഞ്ഞു, സ്റ്റഡി സെൻറ്റേഴ്സ് പറഞ്ഞു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ജോബിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഇതുമായി എന്തൊരു മേഖലയിലേക്കാണോ പോകേണ്ടത് ആ ഒരു മേഖലയിലേക്ക് ഈ ഒരു കോഴ്സ് ഉപകാരപ്രദം ആവും എന്ന് നിങ്ങൾ അന്വേഷിക്കുക. അതിനനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുക. കൂടുതൽ കോഴ്സിനെ കുറിച്ച് അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.